എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ദിവ്യൻ ഹിൽ മലയാളം ടാരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ അത് 2-3 ദിവസമായി വീഡിയോ ഇട്ടിട്ട് എനിക്ക് നല്ല സുഖമില്ലായിരുന്നു, അതുകൊണ്ടാണ് വീഡിയോ ഇടാത്തത്. കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, എല്ലാവർക്കും നന്ദി. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ ഇന്നത്തെ എനർജി എന്താണ്, ഇന്ന് നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രതീക്ഷിക്കേണ്ടത് എന്നുകൂടി നോക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തെങ്കിലും സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിന് സപ്പോർട്ടിന് ഒരുപാട് നന്ദി. നമുക്ക് നോക്കാം നിങ്ങളുടെ ഇന്നത്തെ എനർജി എന്ത്. പാർട്ണർഷിപ്പ് ആൻഡ് അലയൻസസ് ആണ് ആദ്യം തന്നെ വന്നിട്ടുള്ളത്. ഇമോഷണൽ വിഡ്രാവലാണ്, യൂണിവേഴ്സാണ്, ലവ് ബിഗിൻസ് വന്നിട്ടുണ്ട്, ട്രാപ്ഡ് ആൻഡ് ഫിയർ വന്നിട്ടുണ്ട്, സഫറിങ് ഇൻ സൈലൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കുറച്ച് ആൾക്കാർക്ക് വളരെ പോസിറ്റീവാണ് ഇന്നത്തെ ഒരു റീഡിംഗ് എന്ന് പറയുന്നത്. കാരണം നിങ്ങൾ എന്തോ ഒരു പുതിയ കാര്യം തുടങ്ങാൻ പോകുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ ഒരു ബിസിനസ് തുടങ്ങുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു വിവാഹം, ഒരു എഗ്രിമെൻ്റ്, മീൻസ് ഒരു മനസ്സമ്മതമോ അല്ലെങ്കിൽ ഒരു എൻഗേജ്മെൻറ്റ്, അങ്ങനത്തെ ഒരു കാര്യം ത്തിലേക്ക് പോകാനുള്ള എന്തെങ്കിലും ഒരു കാര്യം തീരുമാനത്തിലേക്ക് ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ വിവാഹം നേരത്തെ ആലോചിച്ച് വെച്ചിരുന്ന ആൾക്കാർക്ക് അത് ഒന്ന് തെറ്റിപ്പിരിഞ്ഞു പോയ ആൾക്കാരാണെങ്കിൽ രണ്ടാമതൊന്നും വീണ്ടും വന്നത് വിവാഹത്തിലേക്ക് എത്തുന്നു എന്ന് കാണുന്നുണ്ട്. ചില ആൾക്കാർക്ക് ഒരു ബിസിനസ്സിൻ്റെ പാർട്ട്ണർഷിപ്പ് അവർ തുടങ്ങുന്നുണ്ട്. ചില ആൾക്കാർക്ക് ഒരുമിച്ച് എന്തെങ്കിലും ഒരു കാര്യം, അല്ലെങ്കിൽ നേരത്തെ നടത്തിയിരുന്ന എന്തോ ഒരു കാര്യം വീണ്ടും അവരത് മതിയാക്കി പോയിട്ട് വീണ്ടും കുറച്ച് ആൾക്കാർ ഒരുമിച്ച് ചേർന്ന് എന്തോ ഒരു കാര്യം ചെയ്യാൻ പോകുന്നു എന്ന് കാണുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് എന്താണെന്ന് നോക്കാം. കുറച്ചുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം എന്താണ് എന്ന് സംഭവിക്കുന്നത് എന്ന്. ഹൈ പ്രീസ്റ്റസ് ആണ്. അപ്പോൾ ജസ്റ്റിസ്. അപ്പോൾ നേരത്തെ ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമായിരിക്കും, അല്ലെങ്കിൽ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ്. അത് എന്തോ കാരണത്താൽ നിങ്ങൾ വേറെ സ്പ്ലിറ്റായി പോയിട്ടുണ്ടായിരിക്കാം. ആ പോയ കാര്യം വീണ്ടും നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു, അത് ദൈവാനുഗ്രഹത്തോടു കൂടി തിരിച്ചു വരുന്നു എന്നുള്ളതാണ്. ഇത് റിലേഷൻഷിപ്പ് ആണെങ്കിൽ, റിലേഷൻഷിപ്പിൽ ബ്രേക്കപ്പായി നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് മറ്റുള്ളവരുടെ എല്ലാവരുടെയും സമ്മതത്തോടു കൂടി വീണ്ടും ഇതൊന്നേന്ന് ഒരു വിവാഹത്തിലേക്ക് എത്തുന്നു എന്ന് കാണുന്നുണ്ട്, ഒരു എൻഗേജ്മെൻറ്റിലേക്ക് എത്തുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. അത് എല്ലാവരുടെയും സമ്മതത്തോടു കൂടിയാണ്. കാരണം ഇത് ജസ്റ്റിസ് വന്നിട്ടുണ്ട്. ജസ്റ്റിസ് നിങ്ങൾ ഡിസർവ് ചെയ്യുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ കാത്തിരിപ്പിന് ഫലമുണ്ടാകുന്നു. നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് ആഗ്രഹിക്കുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് നീതി കിട്ടുന്നു. നിങ്ങൾ അർഹിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ആ നീതി കിട്ടുന്നു. അത് യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് തരുന്നു എന്നുള്ളതാണ്. ദൈവം നിങ്ങൾക്ക് ആ ഒരു കാര്യം നിങ്ങൾക്ക് തരുന്നു എന്ന് കാണുന്നുണ്ട്. പിന്നെ ഇമോഷണൽ വിഡ്രാവലാണ്. കുറച്ച് ആൾക്കാർ ഒരു എനർജി ഇല്ലാത്ത പോലെ ഇരിക്കുന്നുണ്ട്, ഒരു നഷ്ടബോധത്തിലിരിക്കുന്നുണ്ട്. എന്താണ് എന്ന് നോക്കാം. എന്താണ് നിങ്ങൾക്ക് നഷ്ടബോധം വന്നിട്ടുള്ളത് എന്ന് നോക്കാം. വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. അപ്പോൾ കുറച്ച് കാലം കൊണ്ട് കാത്തിരിക്കുന്നുണ്ട്. ചില ആൾക്കാർ എന്തോ തരത്തിലൊരു ഒരു ചീറ്റിങ്ങിൽ പെട്ട് അത് മറ്റുള്ളവർ ചീറ്റ് ചെയ്തു. അപ്പോൾ ചീറ്റ് ചെയ്തതിൽ ആ ഒരു വിഷമത്തിലിരിക്കുകയാണ് കുറച്ച് ആൾക്കാർ. ചിലപ്പോൾ അതൊരു പൈസ സംബന്ധമായ എന്തെങ്കിലും ഒരു ചീറ്റിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ജോലി വാഗ്ദാനം ചെയ്ത് ചീറ്റ് ചെയ്തതും ആയിരിക്കാം. അപ്പോൾ അങ്ങനെ ചിലപ്പോൾ ഒരു കാശ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ ശരിക്കും ഒരു വിഷമിച്ചിരിക്കുന്നു എന്ന് കാണുന്നുണ്ട്. വീൽ ഓഫ് ഫോർച്യൂൺ ആണ് അടുത്ത് വന്നിട്ടുള്ളത് ക്ലാരിഫൈ ചെയ്ത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു കാത്തിരിപ്പിന് ഫലം കിട്ടുന്നുണ്ട്. അപ്പം നിങ്ങൾ വിഷമിക്കണ്ട എന്നുള്ളതാണ്. ഒന്ന് നിങ്ങൾ ഇത്രയും വിഷമിച്ചിരിക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു ശുഭവാർത്ത ദൈവം നിങ്ങളിലേക്ക് എത്തിക്കും. ഈ കാത്തിരിക്കുന്ന ആൾക്കാർക്ക്, വിഷമിച്ച് കാത്തിരിക്കുന്ന ആൾക്കാർക്ക് ആ കാത്തിരിപ്പിൻ്റെതായ ഒരു ശുഭവാർത്ത ഇന്ന് കിട്ടും എന്നാണ് കാണുന്നത്. അപ്പോൾ
നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത്, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് വാർത്ത കേൾക്കാനാണോ ആഗ്രഹിച്ചത്, അങ്ങനെ നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ചതുപോലുള്ളൊരു കാര്യം നിങ്ങളിലേക്ക് എത്തുന്നു എന്ന് കാണുന്നുണ്ട്. പിന്നെ യൂണിവേഴ്സാണ്, വേൾഡ് കാർഡാണ്, അപ്പോൾ ഫുൾഫിൽമെൻ്റ് ആണ്. നിങ്ങൾ കാത്തിരിപ്പ്, നിങ്ങൾ ഇപ്പോൾ ഇതിൽ കുറേ ആൾക്കാർ എന്തൊക്കെയോ കാര്യങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. ആ കാത്തിരിപ്പ് ഒരു എൻഡിങ് ആകുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ എന്താണോ കാത്തിരുന്നത്, ആ കാത്തിരുന്ന കാര്യം നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നുണ്ട് എന്നാണ് കാണുന്നത്. ഒരു ഫുൾഫിൽമെൻ്റ് ആണ്, കംപ്ലീഷൻ ആണ്. വേൾഡ് കാർഡ് എന്ന് പറയുമ്പോൾ കംപ്ലീഷൻ ആണ്. അപ്പോൾ ചില ആൾക്കാർക്ക് ഇത് ട്രാവൽ കാർഡും കൂടിയാണ്. അപ്പോൾ ചില ആൾക്കാർ ട്രാവൽ ചെയ്യാനുള്ള ഒരു അറിയിപ്പ് വരുന്നതായിരിക്കാം. ചില ആൾക്കാർക്ക് എന്താണെന്ന് നോക്കട്ടെ. ചില ആൾക്കാർക്ക് പുതിയ എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങുന്നതായിരിക്കാം. ഇപ്പോൾ അവർ കുറേ കാലം കൊണ്ട് എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യാൻ അവർ കുറേ ഇൻവെസ്റ്റ് ചെയ്ത് കാത്തിരുന്നെങ്കിൽ അതിൽ എന്തെങ്കിലുമൊക്കെ പേപ്പർ വർക്ക് ചെയ്തുകൊണ്ടിരുന്നിട്ട് അത് കിട്ടാതിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കിട്ടുന്നു എന്ന് കാണുന്നുണ്ട്. അപ്പോൾ അത് അവർക്ക് കംപ്ലീറ്റ് ആകുന്നുണ്ടെന്ന് കാണുന്നുണ്ട്. അപ്പം അവർക്ക് ആ ഒരു ബിസിനസ്സോ എന്തെങ്കിലും ഒരു കമ്പനിയോ ഒക്കെ തുടങ്ങാൻ പറ്റുന്നുണ്ട്. അപ്പം അതിൻ്റെ സന്തോഷത്തിലാണ് കുറേയധികം ആൾക്കാർക്ക്. എന്തായാലും ഒരു ബിസിനസ് തുടങ്ങുമോ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. ചില ആൾക്കാർ ഇതിലൊരു പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പോകുന്നുണ്ട്, അങ്ങനെയും കാണുന്നുണ്ട്. ഒരു ന്യൂ ബിഗിനിങ് ആണ്. ഈ വേൾഡ് കാർഡ് ഒരു ന്യൂ ബിഗിനിങ് ആണ്. അപ്പം ഒരു കുറേ കഷ്ടപ്പാടുകൾക്ക് ശേഷം വരുന്നൊരു പുതിയ തുടക്കമാണ് ഇന്നേ ദിവസം എന്ന് കാണുന്നുണ്ട്. നമുക്ക് നോക്കാം ഇനി. അതാണ് എയ്റ്റ് ഓഫ് പെന്റക്കിളാണ്. കുറച്ച് കാലം കാത്തിരുന്നിട്ട് വന്നൊരു കാര്യമാണ്. നിങ്ങൾ ഈ ഒരു കാര്യം നിങ്ങൾ കുറേ കാലം കൊണ്ട് ഇത് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു, അതിനുള്ള വർക്കൊക്കെ ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നു എന്ന് കാണുന്നു. ആ വെയിറ്റ് ചെയ്തതിന് നിങ്ങൾക്ക് ആ ഒരു എൻഡ് റിസൾട്ട് വന്നിരിക്കുന്നു എന്ന് കാണുന്നുണ്ട്. ലവ് ബിഗിൻസ് ആണ്. അപ്പോൾ ഇതൊരു ഏസ് ഓഫ് കപ്സ് ആണ്. അപ്പോൾ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നു എന്ന് കാണുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങി എന്ന് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ മറ്റുള്ളവരും നിങ്ങൾക്ക് ഒരു സ്നേഹം തരുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നവരൊക്കെ നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്ത് വരുന്നുണ്ട് എന്നാണ് കാണുന്നത്. അപ്പോൾ ഇത് പാർട്ണർഷിപ്പ് ആൻഡ് അലയൻസസും വന്നിട്ടുണ്ട്, ഈ ലവ് ബിഗിൻസും വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പം നമ്മളെ സ്നേഹിച്ചാൽ മാത്രമേ മറ്റുള്ളവർക്ക് നമ്മളോടൊരു സ്നേഹം തോന്നുള്ളൂ. നമ്മളെ സ്നേഹിക്കാതെ, നമ്മളുടെ കാര്യങ്ങളൊന്നും ചെയ്യാതെ നമ്മൾ മറ്റുള്ളവരുടെ സ്നേഹത്തിന് വേണ്ടി മാത്രം ദാഹിച്ചുകൊണ്ടിരുന്നാൽ അവരൊരിക്കലും നിങ്ങൾക്ക് സ്നേഹം തരും എന്ന് വിചാരിക്കേണ്ട. അപ്പം നിങ്ങൾ ഇപ്പോൾ സെൽഫ് ലവ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് നിങ്ങളുടെ കാര്യത്തിന് കൂടുതൽ ഒരു പ്രാധാന്യം കൊടുത്ത് തുടങ്ങിയപ്പോൾ മറ്റുള്ളവർ നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങി, നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യാൻ തുടങ്ങി എന്ന് കാണുന്നുണ്ട്. അപ്പോൾ പുതിയ കാര്യങ്ങൾ, നിങ്ങൾ എന്തൊക്കെയോ പുതിയ കാര്യങ്ങൾ വീണ്ടും ഇന്ന് ഒരു കാര്യമല്ല, കുറച്ചധികം പുതിയ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. ഏസ് ഓഫ് പെന്റക്കിളാണ്. അപ്പോൾ ഇതിൽ പേജ് ഓഫ് പെന്റക്കിൾ, ഏസ് ഓഫ് പെന്റക്കിൾ വന്നിട്ട് അത് പുതിയ തുടക്കമാണ്. നിങ്ങളൊരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ അപ്രതീക്ഷിതമായി നിങ്ങൾക്ക് എവിടെ നിന്നെങ്കിലും കുറച്ച് പൈസ കിട്ടാനും സാധ്യതയുണ്ട്. ഇന്നേ ദിവസം നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു പൈസയാണ് ഇത് നിങ്ങളിലേക്ക് കിട്ടുന്നത്. ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഗിഫ്റ്റ് കിട്ടുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഇത് ചിട്ടി കിട്ടുന്നതായിരിക്കാം, അല്ലെങ്കിൽ പണ്ടെപ്പോഴെങ്കിലും ആർക്കെങ്കിലും കൊടുത്തിരുന്ന കാര്യം അവർ അൺഎക്സ്പെക്റ്റഡായിട്ട് നിങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടു തരുന്നതുമായിരിക്കാം. അങ്ങനെ കുറച്ച് പൈസ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്നു എന്ന് കാണുന്നുണ്ട്. പിന്നെ ട്രാപ്ഡ് ആൻഡ് ഫിയർ ആണ്. അപ്പം ചില ആൾക്കാർ മാറാൻ പറ്റാത്ത എന്തോ ഒരു പെയിനിലാണ്, അവർ എന്ത് ചെയ്യണം എന്ന് അറിയാതിരിക്കുന്നുണ്ട്. നൈറ്റ് ഓഫ് പെന്റക്കിൾ അങ്ങനെ ഇരുന്ന ആൾക്കാർ അത് വിട്ടിട്ട് മുന്നോട്ട് പോകാനാണ് പറയുന്നത്. ഈ ഒരു ട്രാപ്ഡ് ആൻഡ് ഫിയർ എന്ന് പറയുന്ന ആ ഒരു വിഷമത്തിൽ മറ്റുള്ളവരാരും എന്നെ രക്ഷിക്കാനില്ല എന്ന് ചിന്തിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ആൾക്കാർ നിങ്ങൾ തന്നെ എണീറ്റ് നടന്നാലേ പറ്റുള്ളൂ എന്നുള്ളൊരു മെസ്സേജാണെന്ന് തരുന്നത്. നിങ്ങൾ മുന്നോട്ടേക്ക് പോകാൻ നൈറ്റ് ഓഫ് പെന്റക്കിളാണ്. നിങ്ങൾ വർക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനും നിങ്ങളുടെ കാര്യങ്ങൾ നോക്കാനും പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ടേക്ക് പൊക്കോളാനാണ് ഇന്ന് ഡിവൈൻ നിങ്ങളോട് പറയുന്നത്. ഈ ഒരു എനർജി നിങ്ങൾ ഉപേക്ഷിക്കാൻ പറയുന്നുണ്ട്. ടൂഫാൻസ് ആണ്. അപ്പോൾ എന്തായാലും ഡിസിഷൻ എടുക്കാൻ പറ്റാതിരിക്കുന്നു എന്ന് കാണുന്നുണ്ട് പലർക്കും. അപ്പോൾ എങ്ങനെ മുന്നോട്ട് പോകും എന്ന് അറിയാതിരിക്കുന്നതായിരിക്കാം. എന്ത് തന്നെയായാലും നിങ്ങൾ മുന്നോട്ടേക്ക് തന്നെ പോകാൻ പറയുന്നുണ്ട്. നിങ്ങൾ മുന്നോട്ടേക്ക് പോയാൽ നിങ്ങൾക്ക് സക്സസ് ആണ് വരുന്നത് എന്നുള്ളതാണ്. പിന്നെ സഫറിങ് ഇൻ സൈലൻസ് ആണ് ബോട്ടം വന്നത്. അപ്പോൾ ചില ആൾക്കാർക്ക് ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഒറ്റയ്ക്ക്
അല്ലെങ്കിൽ ഒറ്റപ്പെട്ടു പോയി എന്ന് വിചാരിക്കുന്നവരും ഉണ്ട്, ഒറ്റയ്ക്ക് ഇരിക്കാൻ ആഗ്രഹിക്കുന്നവരും ഉണ്ട്. അപ്പോൾ ചില ആൾക്കാർക്ക് അവർ വിചാരിക്കുന്നുണ്ട് എനിക്ക് ഇനി വേറെ ഒന്നും വയ്യ, ഞാൻ ഒറ്റയ്ക്കൊന്നും ഇരുന്നോട്ടെ, ആരും അടുത്തില്ല, കുറച്ചധികം കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനുണ്ടായിരിക്കാം. അങ്ങനെ ഏകാന്തത ഇഷ്ടപ്പെടുന്ന ഒരു സമയമാണ് ചിലർക്ക് ഇന്ന്. വെറുതെ ഒന്നിരിക്കാൻ തോന്നും, ആരും വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് ഒന്നിരുന്ന് എൻ്റെ ആ ഒരു കാര്യം ഒന്ന് എൻജോയ് ചെയ്യട്ടെ എന്ന് വിചാരിക്കുന്ന കുറച്ച് ആൾക്കാരും ഉണ്ട്. പിന്നെ അതിനപ്പൻ്റെകളാണ്. അപ്പോൾ ഇന്ന് പൈസയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും വരാൻ സാധ്യതയില്ല. പൈസ നിങ്ങളിലേക്ക് ഇന്ന് എത്തും എന്ന് തന്നെ കാണുന്നുണ്ട്. ഇനി കൃഷ്ണ ഓറക്കിൽ നിന്ന് നമുക്ക് 2 കാർഡ് എടുത്ത് നോക്കാം. എന്ത് ഗൈഡൻസ് ആണ് ഭഗവാൻ നിങ്ങൾക്ക് തരാനുള്ളതെന്നാണ്. ട്രൂ ഡിവോഷൻ ആൻഡ് ഫെയ്ത്ത് ആണ്. നിങ്ങൾക്ക് സത്യസന്ധമായ ഒരു ഡിവോഷനും വിശ്വാസവും ഉണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭഗവാൻ സാധിച്ചു തരും എന്നാണ് എന്ന് ഭഗവാൻ പറയുന്നത്. നിങ്ങൾക്ക് ശരിക്കും സിൻസിയറായിട്ടുള്ളൊരു വിശ്വാസം വേണം. നിങ്ങൾ അങ്ങനെ ചാടി നിൽക്കരുത് എന്നുള്ളതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ് അത് വിശ്വസിക്കുക. എനിക്കിത് ഭഗവാൻ നടത്തി തരും എന്ന് വിശ്വസിക്കുക. അത് കൃത്യമായും ഭഗവാൻ നടത്തി തരും. അപ്പം അതിൽ നിങ്ങളൊരു ചാഞ്ചല്യത്തിൻ്റെ ആവശ്യമില്ല എന്നാണ് കാണുന്നത്. ജോയ് ഓഫ് ഫ്രണ്ട്ഷിപ്പാണ്. അപ്പോൾ ചിലപ്പോൾ ഇന്ന് നിങ്ങൾ സൗഹൃദങ്ങളൊക്കെ ആഘോഷിക്കാനുള്ള ഒരു ദിവസമായിരിക്കും. നിങ്ങൾ പുറത്തു പോവോ അല്ലെങ്കിൽ പഴയ ഫ്രണ്ട്സിനെ കാണുമോ ഒക്കെ ചെയ്യാനും സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ എത്ര വിഷമിച്ചിരിക്കുമ്പോൾ ചിലപ്പം ചില ഫ്രണ്ട്സ് ഒന്ന് പുറത്ത് പോകാം, നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാമെന്നൊക്കെ പറയുമായിരിക്കാം. അപ്പോൾ അങ്ങനെ സൗഹൃദം ഒന്ന് നിങ്ങൾ എൻജോയ് ചെയ്യുമെന്ന് കാണുന്നുണ്ട്. ഷെയർ യുവർ ബൗണ്ടറീസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഉള്ളത്, നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് മറ്റുള്ളവർക്ക് കൂടി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ തരുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളതല്ല, മറ്റുള്ളവർക്ക് കൂടി നിങ്ങളൊന്ന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്കുള്ളത് മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യണം എന്നാണ് ഇന്ന് ഭഗവാൻ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. അപ്പോൾ ഈ മെസ്സേജ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം.